പ്രകൃതിദത്ത ഇന്ത്യൻ റബ്ബർ വില ഈ ദശകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് എത്തും. ഏപ്രിൽ മെയ് മാസങ്ങളിൽ വില കിലോയ്ക്ക് 200 രൂപ കടന്നേക്കുമെന്നാണ് വിലയിരുത്തൽ. മികച്ച വില ലഭിക്കുന്നത് തുടരുമെന്ന പ്രതീക്ഷയിലാണ് റബ്ബർ വ്യാപാരികൾ. ആഗോള വിപണിയിലെ മുൻനിര റബ്ബർ ഉൽപ്പാദകരായ തായ്ലൻഡ്, ഇന്തോനേഷ്യ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ ഉൽപ്പാദനം കുറഞ്ഞതാണ് ഇന്ത്യൻ നാച്ചുറൽ റബ്ബറിന്റെ ഡിമാൻഡ് കൂട്ടിയത്. പ്രതികൂല കാലാവസ്ഥയും ഫംഗസും മൂലം ഉൽപ്പാദക രാജ്യങ്ങളിൽ നിന്നുള്ള വിതരണം ഇടിഞ്ഞതോടെ ഷീറ്റ് റബ്ബർ RSS 3-ന് രാജ്യാന്തര വില 50% കൂടിയത്. 2024 ജനുവരി മുതൽ വില കിലോയ്ക്ക് 225 രൂപയായാണ് ഉയർന്നത്. ടയർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന RSS 4-ന്റെ വിലയും 16% ഉയർന്ന് കിലോയ്ക്ക് 180 രൂപയിലെത്തിയിരുന്നു. അവസാനമായി പ്രാദേശിക റബ്ബർ വില കിലോയ്ക്ക് 200 കടന്നത് 2011-12 വർഷത്തിലാണ്. ആഗോള വിതരണ പ്രതിസന്ധി ഉടൻ പരിഹരിക്കപ്പെടില്ലെന്നും വിലക്കയറ്റം തുടരുമെന്നുമാണ് വിദഗ്ധരുടെ പ്രവചനം. വിലക്കയറ്റം പ്രയോജനപ്പെടുത്താൻ ജൂൺ 30 വരെ ഷീറ്റ് റബ്ബറിന്റെ കയറ്റുമതി കിലോയ്ക്ക് 5 രൂപ ഇൻസെന്റീവ് റബ്ബർ ബോർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജനുവരി അപേക്ഷിച്ച് ഇത്തവണ ഇന്ത്യൻ റബ്ബർ കയറ്റുമതി ഇരട്ടിയായി 850 ടണ്ണിലെത്തിയതും റബ്ബർ കർഷകർക്ക് ആശ്വാസമാണ്. ആഗോളക്ഷാമം നീണ്ടു നിന്നേക്കാമെന്നതിനാൽ ഈ വർഷം ഇന്ത്യൻ റബ്ബറിന് മികച്ച വില ലഭിക്കുമെന്ന് ഇന്ത്യൻ റബ്ബർ ഡീലേഴ്സ് അസോസിയേഷൻ പറയുന്നു. റബ്ബർ ഉൽപ്പാദനത്തിലും ഈ വർഷം നേരിയ വർധനയുണ്ടെന്ന് റബ്ബർ ബോർഡിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഉൽപ്പാദനം 1.9% ഉയർന്ന് 7,39,000 ടണ്ണായി. എന്നാൽ റബ്ബർ വില കൂടിയാൽ അനുബന്ധ ഉൽപ്പന്നങ്ങളായ ടയറിനടക്കം വില കൂടുമെന്ന വിലയിരുത്തലുമുണ്ട്. ബിസിനസ് ഡെസ്ക് 24.